ഇളയതി ഞാനും ഷോൺ ജോർജും കേരള നിയമസഭയെ കാണും. പരാജയം എപ്പോഴും പരാജയമാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പക്ഷെ വേറെ കുഴപ്പമില്ല, 4-ാം തീയതി ആകുമ്പോഴത്തേനും സ്വീകരണവും ബഹളമൊക്കെ കൂടി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. 5-ാം തീയതി എല്ലാവരും വന്നേരം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. നെക്സ്റ്റ് പേഷ്യന്റ്. എല്ലാ അർത്ഥത്തിലും പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും കേരളത്തിലെ ജനങ്ങൾ തൂത്തെറിയുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. ഒരക്ഷരം പോലും തെറ്റിയില്ല. സലോമി ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം ഇപ്പൊ അടിച്ചിട്ട് വരിക. അതിന് വേണ്ട ബോർഡ് താങ്ങൂല. നെക്സ്റ്റ് പേഷ്യന്റ്. തെരഞ്ഞെടുപ്പില് നല്ല ശുഭപ്രതീക്ഷയിലാണുള്ളത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. അവിടെയും തോറ്റിട്ടില്ല. LDF 35 സീറ്റുകളാണ് വലിയ രീതിയിൽ തന്നെ കൂപ്പുകുത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ 99 സീറ്റിൽ നിന്നാണ് ഇങ്ങനെ 35ലേക്ക് വന്നിരിക്കുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാണ്. ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. ശബത്തി കുത്താതെ ഭവാനിയമ്മേ. 13 മന്ത്രിമാർ ഉൾപ്പെടെ ഇടതു മുന്നണിയിലെ വമ്പന്മാരെല്ലാം മൂക്കുകുത്തി വീണു. എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. നെക്സ്റ്റ് പേഷ്യന്റ്. NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്രയും വേണോ സാർ? വേണം, അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കണം. അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. നീ തോറ്റ പരീക്ഷയുടെ ഒക്കെ എണ്ണ എടുത്താല് ഇന്നാട്ടി കിടന്ന മൊത്തം തക്കാളിയേക്കാൾ കൂടുതൽ. വല്ലാത്തൊരു പൊട്ടലായി പോയി. ഡോക്ടർ അരുൺ അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും? സന്തോഷായി, നല്ല സന്തോഷമായി. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽമാരാരിനെ ഒന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽമാരാർ? അല്ല, അത് പറയണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേ മതിയോ? ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയല്ല. എന്നിട്ടാണോ തോറ്റത്? അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. Actually, how many mummies and daddies do you have? നെക്സ്റ്റ് പേഷ്യന്റ്. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാൻ അല്ലടോ. എന്നാ പറയാനാ, ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാ. എനിക്ക് കരുത്തില്ല, നാറാൻ പോവാ നാട് മുഴുവൻ. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. നെക്സ്റ്റ് പേഷ്യന്റ്. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഈ കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല. ഒരിക്കലും ജയിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവെ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ല, നിങ്ങളെപ്പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. ഇങ്ങനെയുള്ളൊരു തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. നെക്സ്റ്റ് പേഷ്യന്റ്. എന്തായാലും പാലക്കാട് ഞങ്ങൾ പടക്കം പൊട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൊട്ടി 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 പൊട്ടി. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. എല്ലാം ചീറ്റിപ്പോയി. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും
ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകും, BJPക്ക് മന്ത്രിമാരുണ്ടാകും, NDAക്ക് മുഖ്യമന്ത്രി ഉണ്ടാകും ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. കാരണം ശ്രീമാൻ മോദിയാണ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. Next patient. ജനങ്ങളുടെ ഒരു പോസിറ്റീവ് വോട്ടിംഗ് ഇത്തവണ മഞ്ചേശ്വരത്തും കാസർഗോഡും നൽകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. മതമാണ് മതമാണ് മതമാണ്. ഇത് പാർട്ടിയുടെ നിശ്ചയത്തെക്കാൾ കൂടുതൽ കൊടുങ്ങല്ലൂരമ്മയുടെ നിശ്ചയമായിരിക്കും. എന്നാലും തോൽവി തന്നെയാണ്. Next patient. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. പ്രിയമുള്ളവരെ, വലിയ ഒരു കാലത്തെ പോരാട്ടത്തിന്റെ അന്ത്യം എന്ന് കുറിക്കുകയാണ്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അടുത്ത ആളുകൾ മുഴുവൻ പറഞ്ഞു ബേപ്പൂരിലേക്ക് പോകരുത്. താഴ്ത്തുനിന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇപ്പോൾ അദ്ദേഹം ടെക്നിക്കലി ജയിച്ചിരിക്കുകയാണ്. ഞാൻ തോറ്റാ ഞാൻ മൊട്ടയടിക്കണം, അദ്ദേഹം തോറ്റാ അദ്ദേഹം മൊട്ടയടിക്കണം. ചന്ദ്ര ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ചോദിച്ചു മേടിച്ചതാ സാറേ, സതീശനെ അറിയാലോ. Next patient. പാലക്കാട് 12ൽ 12 സീറ്റും LDF നേടാൻ പോവുകയാണ്. സമ്മതിച്ചേ? ആണല്ലോ. പാലക്കാട് പിഷാരടി 12ൽ 12 സീറ്റും. ചരിത്രത്തിലില്ലാത്തൊരു വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടാൻ പോവുകയാണ്. ഇടത് കോട്ടകളുടെ അടിത്തറ ഇളക്കി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ? വന്ന് അടുത്ത കോമഡി യാവത്തുണ്ടാകുമായിരുന്നോ? Next patient. ചെറിയ ഭൂരിപക്ഷത്തോട് ജയിക്കും. 102 സീറ്റുകളിൽ വിജയക്കൊടി പാറിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് UDFന്റെ ഐതിഹാസിക തിരിച്ചുവരവ്. അപ്പൊ അതിനൊരു തീരുമാനമായി. ചെറിയ ഭൂരിപക്ഷത്തോട് ജയിക്കും. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. ജയിക്കും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.